മോൾ വന്നോ? കഥ. രചന ജെസ്സി ജോൺ. വായന ഷെഫീഖ് ആദിക്കോട്. തീവണ്ടി കോട്ടയം അടുക്കാറായി. ഗൗരി ഫോണിലേക്ക് നോക്കി. അവളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. ഇപ്പോ അച്ഛൻ വിളിക്കും. ഓർത്തതും അല്ല, കോൾ വന്നു കഴിഞ്ഞു. മോളെ എവിടെയായി? കോട്ടയം കഴിയുമ്പോൾ പറയണേ. അച്ഛാ, കോട്ടയം സ്റ്റേഷനായി. 10 മിനിറ്റ് ആയില്ല. വീണ്ടും വിളി. മോളെ, ഞാൻ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. ശരി അച്ഛാ, ഇപ്പോൾ എത്തും. അവൾക്ക് മനസ്സിലായി, 3 മണിക്കൂർ മുൻപേ തന്നെ ഒരു മടുപ്പുമില്ലാതെ തന്നെ കാത്തിരിക്കുന്നുണ്ടാകും അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ. കോട്ടയം തൊട്ട് ചെങ്ങന്നൂർ സ്റ്റേഷൻ വരെയുള്ള അച്ഛൻ്റെ ഫോൺ കോൾ കുറഞ്ഞത് 5 പ്രാവശ്യം ഉണ്ടാകും. എവിടെയായി എവിടെയായി എന്നുള്ള ചോദ്യം. തുരുതുരയുള്ള ഈ ഫോൺ കോൾ ചില സമയം മറ്റുള്ളവർ ശ്രദ്ധിക്കുമ്പോൾ വല്ലാതെ മുഷിച്ചിലുണ്ടാക്കുന്നുണ്ട് എനിക്കും. അപ്പോൾ ദേഷ്യം വരും. ഞാൻ പറയും, ഇനിയും പറയാതെയാണ് വരിക എന്ന് പറഞ്ഞു ഫോൺ വയ്ക്കും. ചൂളമടിച്ച് ട്രെയിൻ ചെങ്ങന്നൂരിലെത്തുമ്പോൾ പൂത്തിരി കത്തുന്നത് പോലെ 2 കണ്ണുകളുമായി അങ്ങനെ നോക്കി നിൽക്കുന്ന തൻ്റെ പിതാവിനെ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ആത്മസന്തോഷം അതനുഭവിച്ചു തന്നെയാകണം. അപ്പോൾ മനസ്സിനുള്ളിൽ ഒരു വസന്തകാലമാണ്. ട്രെയിൻ നിന്ന് കഴിയുമ്പോൾ അക്ഷമനായി എൻ്റെ അരികിലേക്ക് ചിരിച്ചുകൊണ്ട് ഓടിയെത്തുന്ന പിതാവ്. ആ മുഖത്ത് അതിരില്ലാത്ത സന്തോഷത്തിൻ്റെ നിറപുഞ്ചിരി. പിന്നെ ചോദ്യങ്ങളായി. ട്രെയിൻ താമസിച്ചോ? ഇല്ലല്ലോ, ട്രെയിൻ കറക്റ്റ് സമയത്താണ് വന്നത്. എനിക്ക് മനസ്സിലായി, ട്രെയിൻ താമസിച്ചിട്ടില്ല. എന്നെ കാണാനുള്ള അച്ഛൻ്റെ ക്ഷമ നശിച്ചു തുടങ്ങി. അതാണ് ആ ചോദ്യത്തിനർത്ഥം. 10 ദിവസം വീട്ടിൽ താമസിക്കാനെത്തിയതാണ്. പെട്ടിക്ക് അത്യാവശ്യം ഭാരവുമുണ്ട്. ഒരു കൂലിയെ വിളിക്കാൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കില്ല. ഒരു പുഷ്പമെടുത്ത് തലയിൽ വെക്കുന്ന ലാഘവത്തോടെ ആ പെട്ടിയെടുത്ത് തലയിൽ വെക്കും. ഞാൻ പിറുപിറുക്കും. കഞ്ചൂസ്. ഫസ്റ്റ് എ സിയിൽ പരിചയപ്പെട്ടവരും കൂടെ ഇരുന്നവരും എല്ലാം കാണില്ലേ അപ്പൻ്റെ ഈ പിശുക്ക്. അവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തപ്പോൾ വല്ലാത്ത ദുരഭിമാനം എന്നെ മൂടി. ഞാൻ ദേഷ്യപ്പെട്ടു. എത്ര പോർട്ടർമാർ കാത്തു നിൽക്കുന്നു. എന്തിനാണ് അച്ഛാ തലയിൽ പെട്ടിയും ചുമന്നുകൊണ്ട് ഇങ്ങനെ ഓടുന്നത്? ആരെങ്കിലും കണ്ടാൽ കുറച്ചിലല്ലേ? ആര് കേൾക്കാൻ? പ്രതികരണമേ ഇല്ല. ഓടിയത് ഓട്ടോ സ്റ്റാൻഡിലേക്ക്. ഓട്ടോയിൽ കയറിയിരുന്നതും അല്ല, വിശേഷങ്ങളും ചോദ്യങ്ങളുമായി. ആദ്യം അറിയേണ്ടത് മരുമകനെ പറ്റിയാണ്. എന്നും സ്വന്തം മകളെക്കാളിലും അധികം സ്നേഹിച്ചിരുന്നത് മരുമകനെയാണ്. ലോകത്തിൽ ഒരു പിതാവും ഒരു മരുമകനെയും ഇത്രമേൽ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെയാണ്. കാരണം അപ്പൻ്റെ ദേഷ്യ സ്വഭാവം മുഴുവൻ എനിക്കുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും അരം പ്ലസ് അരം ആണ് എപ്പോഴും. വീടിൻ്റെ മുൻപിൽ ഓട്ടോ നിർത്തി. താഴത്തെ നിരയിലെ പല്ലുകൾ അമ്മയുടെ മുഴുവൻ പോയിരുന്നു. അത് കാട്ടിയൊരു ചിരിയുണ്ട്. ആ ചിരി കാണാൻ എന്ത് ലാളിത്യമാണ്. ആ കണ്ണുകളിലെ വാത്സല്യം പറയുവാൻ കടലിലെ വെള്ളം മുഴുവൻ മഷിയായി എടുത്താലും തികയില്ല. വാ വാ, എൻ്റെ കൊച്ചു ക്ഷീണിച്ചു പോയല്ലോ. എന്താ മോളെ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിലും ഞാൻ 3 കിലോ കൂടി എന്നുള്ളത് എനിക്ക് മാത്രം അറിയാവുന്ന സത്യാവസ്ഥ. പക്ഷെ അമ്മയുടെ കണ്ണിൽ മുടിയെല്ലാം പോയല്ലോ മോളെ. അച്ഛൻ കാച്ചിയ എണ്ണ തീർന്നു പോയോ? അതോ പുരട്ടുന്നില്ലേ? മോനെ, കുഞ്ഞുങ്ങൾ എന്തിയെ? അവരെ കാണാൻ കണ്ണു കൊതിക്കുന്നു. എത്ര കാലമായി കണ്ടിട്ട്. നിനക്ക് അവരെയും കൂടി കൊണ്ടുവരാമായിരുന്നു. ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചു. മക്കളെ, നീയില്ലാത്ത വീട്, നിന്റെ ശബ്ദമില്ലാത്ത വീട്. അമ്മയുടെ തൊണ്ടയിടറി. ആ വാക്കുകൾ അമ്മ മുഴുമിപ്പിച്ചില്ല. അമ്മ തുടർന്ന് യാത്ര കഴിഞ്ഞു വന്നതല്ലേ, പോയി കുളിച്ചിട്ട് വാ. എൻ്റെ മക്കൾക്ക് അമ്മ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെന്ന് നോക്കിക്കേ. മോൾക്കിഷ്ടമുള്ള ഉള്ളിത്തീയൽ, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, മോര് കാച്ചിയത്. എല്ലാം കേട്ടപ്പോൾ വായിൽ കപ്പലോടി. എന്നാൽ ഞാൻ കുളിച്ചിട്ട് വരാം. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, എടി കഴുതേ, നിനക്ക് ബുദ്ധിയുണ്ടോ? അവൾ ട്രെയിനിൽ നിന്നും രാവിലെ ഒരു വക കഴിച്ചു കാണത്തില്ല. കൊച്ചു കൈ കഴുകി വാ. കഴിച്ചിട്ട് അല്പം വിശ്രമിച്ചിട്ട് പിന്നെ പോയി കുളിക്ക്. അച്ഛൻ ഇന്നലെ നല്ല പിടക്കുന്ന മീൻ വാങ്ങി അമ്മ കുടംപുളിയിട്ട് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. പോയി കയ്യും കാലും കഴുകി വന്ന് ഭക്ഷണം ആർത്തിയോടെ കഴിച്ചു. അല്ലെങ്കിലും അങ്ങനെയല്ലേ, നമുക്ക് പ്രിയപ്പെട്ടവർ എന്തുണ്ടാക്കി തന്നാലും അതിനൊരു പ്രത്യേക സ്വാദാണല്ലോ. ഈ ലോകത്തിൽ നമ്മൾ എന്ത് നേടിയാലും മാതാപിതാക്കളുടെ സ്നേഹത്തോളം വരില്ല ഒന്നും. ഒന്നും. ഞാൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാനും കരയുമ്പോൾ ചങ്ക് തകരുകയും പിന്നീട് അതിനുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നവരാണ് ഏതൊരു മാതാപിതാക്കളും.
ഞാൻ അവരുടെ നിധി തന്നെയായിരുന്നു. ട്രെയിനിൽ അടുത്തുണ്ടായിരുന്ന പയ്യൻ അരുൺ, അവൻ്റെ ശബ്ദം എൻ്റെ ചിന്തയ്ക്ക് വിരാമമിട്ടു. മാഡം, ചെങ്ങന്നൂർ സ്റ്റേഷനിലെത്തി, ഇറങ്ങണ്ടേ? ഞാൻ സ്റ്റേഷനിലിറങ്ങി. എൻ്റെ അച്ഛൻ എന്നെ കാത്ത് അവിടുത്തെ ഉണ്ടായിരുന്നില്ല. ഞാൻ തനിയെ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി. എൻ്റെ കുഞ്ഞു വന്നല്ലോ എന്ന് പറഞ്ഞു ഗേറ്റിൻ്റെ മുന്നിൽ അമ്മയില്ലായിരുന്നു. അടഞ്ഞുകിടന്ന വാതിൽ തുറന്നു. ഞാൻ അകത്തേക്ക് കയറി. അച്ഛനും അമ്മയും ഇല്ലാത്ത ആ വീടിൻ്റെ ചുവരിലേക്ക് ഞാൻ നോക്കി. പൊട്ടി പൊട്ടിക്കരഞ്ഞു. എൻ്റെ കുഞ്ഞെ, ഇങ്ങനെ കരയരുതേ എന്നവർക്ക് ഉയരത്തിലിരുന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവർ ആത്മാക്കളല്ലേ, പറയുവാൻ സാധിക്കില്ലല്ലോ. പകരം അവർ ദൈവത്തോട് എൻ്റെ കുഞ്ഞിനെ കരയിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു കാണും. അതിരുകളില്ലാത്ത സ്നേഹം, അത് ഈ ഭൂമിയിൽ ഒന്നു മാത്രം. നമ്മുടെ മാതാപിതാക്കളുടെ നിർവ്യാജ്യമായ സ്നേഹം. നമ്മൾ എത്ര തന്നെ പ്രായമായാലും മക്കളെ എന്ന് വിളിക്കാൻ അവർ മാത്രം. എന്നെ കാത്തിരിക്കുവാൻ ഇന്നീ വീട്ടിൽ അവർ ഇല്ല. അവർ വിളിക്കാൻ ശ്രമിച്ചാലും അവർക്ക് സാധിക്കില്ല. കാരണം അവർ ആത്മാക്കളാണ്. വിളിച്ചാലും കേൾക്കാൻ എൻ്റെ കാതുകൾക്കും സാധിക്കില്ല. ഒന്നിച്ചു വെച്ചിരിക്കുന്ന ആ ഫോട്ടോകളിലേക്ക് നോക്കി മൃദുവായി അവൾ പറഞ്ഞു, പ്രിയപ്പെട്ട അച്ഛൻ, അമ്മേ, ദേ നിങ്ങളുടെ മകൾ. എന്നെങ്കിലും അങ്ങേപ്പക്കൽ ഞാൻ എത്തുമ്പോൾ കാത്തിരിക്കണം. രണ്ടുപേരും ഒന്നിച്ച് എനിക്കായി കാത്തിരിക്കണം. പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം നിലച്ചിരുന്ന ഘടികാരം പെട്ടെന്ന് ചലിക്കാൻ തുടങ്ങി. സുഗന്ധമുള്ള ഒരു നനുത്ത കാറ്റ് പടർന്നു.